ഈ 2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ, അതായത് UDF ഒരു ബ്ലോക്ക്, LDF മറ്റൊരു ബ്ലോക്ക്, അപ്പം രണ്ട് കൂട്ടർ ഒരിക്കലും അംഗീകരിക്കാത്തൊരു ബ്ലോക്കാണ് BJP ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം അവർക്ക് എവിടെയും ജയിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 70-75 വർഷമായിട്ട് തൊടാൻ പോലും പറ്റുന്നില്ല. ഇത് തന്നെയാണ് ആ സംഭവം തന്നെ പറയുന്നത്. കാരണം വേറൊരു ബ്ലോക്ക് ചിന്തിക്കുന്ന പോലുമില്ല LDF UDF രീതിയിൽ. ഇനി നമ്മൾ മനസ്സിലാക്കാം, ഈ തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞപ്പോൾ LDFും UDFും പറയുന്നു അവർ അതിനെപ്പറ്റി അന്വേഷിക്കും, വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും, എന്താണ് ഉണ്ടായത് നടക്കട്ടെ, ആ പാർട്ടിയുടെ ഭാഗമാണ്. ഇനി നമ്മൾ നോക്കാം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ. ആരാണ് അൾട്ടിമേറ്റ് ലൂസർ എന്ന് പറയുന്ന സംഭവം? ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് അത് CPMൻ്റെയും LDFൻ്റെയും വോട്ടുകളാണ്. ഒരു ഭാഗത്ത് CPMന് ട്രഡീഷണലായിട്ട് കൊടുക്കുന്ന മുസ്ലിം പാർട്ടി വോട്ടുകളുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം, മലപ്പുറത്ത് CPM കേഡർ പാർട്ടി മെമ്പേഴ്സ് എത്ര വോട്ട് കാണും? അവിടെ CPMൻ്റെ യുവ നേതാവായ വസീഫ് എന്ന് പറഞ്ഞ ആളാണ് മത്സരിക്കുന്നത്. അവിടെ 5 ലക്ഷത്തിന് മേളിൽ ഭൂരിപക്ഷം പോടുന്നുണ്ടെങ്കിൽ ET മുഹമ്മദ് ബഷീറിന് അവിടുത്തെ CPMക്കാരായ മുസ്ലിങ്ങൾ, അതായത് പാർട്ടിക്കാരായ മുസ്ലിങ്ങളും ET മുഹമ്മദ് ബഷീറിന് വോട്ട് ചെയ്തു. അത് മനസ്സിലാക്കുക ആദ്യം. അതായത് CPMനകത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള പാർട്ടി കേഡേഴ്സ് ഇപ്രാവശ്യം കോൺഗ്രസിനും UDFനും വേണ്ടി വോട്ട് ചെയ്തു. അത് പാർട്ടി ആദ്യം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആയിപ്പോയി. കാരണം അതാണ് പാർട്ടിക്കകത്തുള്ള കടുത്ത പാർട്ടിക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും CPMനെ ഇപ്രാവശ്യം എതിർത്ത് വോട്ട് ചെയ്തു. കാരണം ആൻറ്റി മോദി, ആൻറ്റി BJP വിരോധത്തിൻ്റെ പേരിലാണ് വോട്ട് ചെയ്തിട്ട്. കാരണം CPM ഇവിടെ ജയിച്ചിട്ട് പോയിട്ട് ഒന്നും ചെയ്യാനില്ലെന്ന് ഈ പാർട്ടിക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അറിയാം. അല്ലെങ്കിൽ വടകര പോലെ ഒരു നിയോജക മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുന്ന ഇതേപോലെ ഒരു മുസ്ലിം ബ്ലോക്കുകൾ, അതായത് പാർട്ടി കേഡേഴ്സ് ആയിട്ടുള്ള മുസ്ലിം ബ്ലോക്കുകൾ കണ്ണൂരും വടകരയും ആലോചിച്ച് നോക്കുക. ആർക്കെതിരെ വോട്ട് ചെയ്തു? CPMനെതിരെ വോട്ട് ചെയ്തു. ഇതാണ് തമാശ. ഇത് പാലക്കാടുണ്ടായി. കണ്ണൂർ കഴിഞ്ഞ CPMൻ്റെ ഏറ്റവും ശക്തമായ മേഖലയാണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രീകണ്ഠൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതായത് പക്കാ CPMക്കാർ ശ്രീകണ്ഠൻ അനുകൂലമായിട്ട് പോയത്. എന്നോട് പല CPMൻ്റെ സഖാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരിപ്രാവശ്യം, കാരണം മുസ്ലിങ്ങളായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ഒരു കോൺഗ്രസിനും UDFനാണ് വോട്ട് ചെയ്യുന്നതെന്ന്. അതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതായത് പാർട്ടി വിശ്വസിക്കണം, അതായത് CPM വിശ്വസിക്കണം അവരുടെ കൂടെ നിൽക്കുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പാർട്ടിയോട് പിണറായി വിജയനുള്ള സ്നേഹവും കുന്തവും ചുമ്മാതെ ഇതൊക്കെ പറയുന്നു. ഇതേപോലെ തന്നെ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി, അതാണ് ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ് ലൂസർ എന്ന് പറയുന്നത് CPM ആണ്. ഇനി അൾട്ടിമേറ്റ് ഗെയിനർ ആരാണിത് ഗെയിൻ ചെയ്തത്? അതായത് ഏകദേശം 11ഓളം നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CPM ഇടതുപക്ഷ പാർട്ടികളുടെ MLAമാരും മന്ത്രിമാരും ജയിച്ചെടുത്ത് BJP ജയിച്ചു. അപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ വോട്ടൊക്കെ എടുത്ത് നോക്കി. അതായത് ആലപ്പുഴയും ആറ്റിങ്ങലും തൃശ്ശൂരും ഇവിടെയുള്ള CPMന് വോട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. CPMന് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി ഇപ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്തു. എന്തുകൊണ്ട് അത് വോട്ട് മാറി സംഭവം അറിയോ? പിണറായി വിജയൻ്റെ ഒരു മുസ്ലിം പ്രീണനം, അതായത് മരുമകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് ആ ഈഴവ കമ്മ്യൂണിറ്റി. കാരണം ട്രഡീഷണലായിട്ട് CPMന് വോട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി, അതായത് അവരുടെ കോട്ടയാണ് ഈ പറയുന്ന ആലപ്പുഴയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും ഈ തൃശ്ശൂരുള്ള കോട്ടയിൽ അവർ BJPക്ക് വോട്ട് ചെയ്തു. ഇനി നിങ്ങൾ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2ാം സ്ഥാനമെത്തിയ
അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെഗ്മെൻ്റ് എടുത്ത് നോക്കുക, അവിടെയും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. സി പി എമ്മിന് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്നവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും ഈ പറയുന്ന കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ ഇന്ന് വരെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ, പോളറൈസേഷൻ എന്ന് പറയാം, ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ്, അത് മാറിയിട്ട് തേർഡ് ഫോഴ്സ് ബി ജെ പിയെ അക്സെപ്റ്റഡ് ഫോഴ്സായിട്ട് അവർ കണക്കാക്കുന്നു. ഇത് മോദി എഫക്റ്റ് തന്നെയാണ് കേരളത്തിലുണ്ടായത്. ബി ജെ പി എഫക്റ്റ് അല്ല, മോദി എഫക്റ്റ്. പിന്നീട് സാക്ഷാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് നടുവെയാണ് പിളർന്നിരിക്കുന്നത്. അവരുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കായ മുസ്ലിംസ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു. അതായത് അവരെ കൊണ്ട് സി പി എമ്മിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നു. തിരിച്ചതേപോലെ തന്നെ അവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റി, അവർക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നവർ തെക്കൻ ഭാഗത്ത്, തെക്കൻ കേരളത്തിൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. അൾട്ടിമേറ്റ് ലൂസർ എന്ന് പറയുന്നത് സി പി എം ആണ്, ഗെയിനർ എന്ന് പറയുന്നത് ബി ജെ പി ആണ്. പിന്നെ ഇതിനകത്ത് കിടന്ന് വോട്ടുകൾ കൂടുതൽ കിട്ടിയ ഏകദേശം 10ഓളം സീറ്റുകൾ, 1,00,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷം നേടിയ യു ഡി എഫ് എന്ന് പറയുന്നത് അവർക്കൊരു ഞാണിന്മേൽ കളിയായിട്ട് ഓരോ ഫാക്ടേഴ്സ് വെച്ചാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിലാണ് അവർ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഒരു യു ഡി എഫ് തരംഗം ഉണ്ടായിരിക്കുക. അതല്ലാതെ യു ഡി എഫിന് പെർമനൻ്റായിട്ട് കിട്ടുന്ന വോട്ടൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൻറ്റി മോഡി തരംഗത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലനമായിട്ട് തെക്കൻ കേരളത്തിൽ അവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നു. അതായത് ഇനി യു ഡി എഫും എൽ ഡി എഫും എന്നും പറയുന്ന 2 ബ്ലോക്ക് മാറിയിട്ട് 3ഓളം ബ്ലോക്കുകളോട്ട് വരികയാണ്. അതായത് ബി ജെ പി കേരളത്തിൽ അക്സെപ്റ്റഡ് ഫാക്ടറായിട്ട് മാറി.